ഇപ്പം ചില അമ്മമാർക്ക് ഇനിയും മക്കൾക്ക് ഗ്യാരണ്ടി ഇല്ല. എന്താ വെച്ചാൽ അവർ പ്രഗ്നൻ്റ് ആയെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ പള്ളിയിൽ പോകത്തില്ല. ആ വകുപ്പിൽ കുടുംബ പ്രാർത്ഥന കളക്ട് ചെയ്യും. അപ്പോൾ ആ മകനെ കഞ്ചാവ് പിടിച്ചില്ലെങ്കിലല്ലേ പ്രൊട്ടക്ഷൻ ഇല്ലല്ല. കാര്യം നിങ്ങളെപ്പോഴും നോക്കണം, കർത്താവ് കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്, വിതക്കുന്നത് തന്നെ കൊയ്യുമെന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ ചിലരുണ്ട് നമ്മളെ കല്യാണത്തിൻ്റെ വിവാഹ ദിവസങ്ങളിലും വിവാഹ ജീവിതത്തിലും ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരുണ്ട്. ഒരു പ്രാർത്ഥനയില്ലാതെ ആ വിവാഹ കാലങ്ങളിൽ പോലും വെള്ളമൊഴിച്ച് കൂട്ടുകാരുടെ കൂടെ പല അലമ്പയും നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു അച്ചടക്കമില്ലാത്ത രീതിയിൽ അൾത്താര വരുന്നവരുണ്ട്. നിങ്ങളെ വിതക്കുന്നത് തന്നെ കൊയ്യും. അത് കാരണം നിങ്ങൾക്ക് സംരക്ഷണമില്ലാതെ വരികയും അവരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ്. ആരുടെയും കുഴപ്പമില്ല. ഞാനിതൊന്നും കേട്ടാൽ എനിക്ക് അങ്ങനെ അത് ഫീൽ ചെയ്യത്തില്ല. കാര്യം എന്താണ്, അവർ വിതക്കുന്നത് അവർ കൊയ്യുന്നു. അവർക്ക് അതായത് നമുക്ക് അസമാധാനം. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്, എങ്ങനെ അധപ്പതിച്ചു എന്ന് ചിന്തിക്കുകയും. അതാണ് വെളിപ്പാട് 2:5 പറയണത്. എങ്ങനെ അത്, അല്ലാതെ ഇപ്പം ഞങ്ങളെ ജയിലിൽ നിന്ന് ഇറക്കണമേ, ഞങ്ങളെ ഐക്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ആധ്യാത്മികമായ സാഹചര്യവും കർത്താവ് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. ആ കർത്താവിനെ അക്കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരാളായത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അനുദപിച്ചാൽ അക്കാലങ്ങളിലേക്ക് കർത്താവിനെ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയും നമുക്ക് തെറ്റിപ്പോയത് കറക്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. സുവിശേഷം വായിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. ഗോഡ് ബി വിത്ത് യു.